നിങ്ങളെ ഒരാൾ നിരസിച്ചോ? ജോലി കിട്ടിയില്ലേ? സ്നേഹം നഷ്ടമായോ? ഒരു കാര്യം മാത്രം ഓർക്കാം, റിജക്ഷൻ നിങ്ങളുടെ കഥയുടെ അവസാനമല്ല, അതൊരു പുതിയ തുടക്കമായിരിക്കാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും റിജക്ഷൻ നേരിടും. പക്ഷേ ചിലർ അതുകൊണ്ട് തകരും, മറ്റു ചിലർ അതിനെ വിജയത്തിലേക്കുള്ള ഇന്ധനമാക്കും. നിങ്ങൾക്ക് ഇതിലേതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ ഇതിൽ ഏത് കൂടുതലാണ്? ഒന്നാമത്തെ കാര്യം, റിജക്ഷൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. അതായത് വിജയമെല്ലായ്പ്പോഴും പാഠം പഠിപ്പിക്കില്ല, പക്ഷേ റിജക്ഷൻ പഠിപ്പിക്കും. എവിടെയാണ് തെറ്റ് സംഭവിച്ചത്, എന്താണ് മെച്ചപ്പെടുത്തേണ്ടത്, അത് മനസ്സിലാക്കാൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, അത് നിങ്ങളുടെ ക്യാരക്ടർ ശക്തമാക്കും. ഓരോ തവണ വീഴുമ്പോഴും വീണ്ടും എഴുന്നേൽക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാനസികമായിട്ട് കൂടുതൽ ശക്തനാകുമെന്ന് കാണാൻ സാധിക്കും. യഥാർത്ഥ വിജയം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, വീണിട്ടും വീണ്ടും മുന്നോട്ട് പോകുന്നതിലാണ്. മൂന്നാമത്തെ കാര്യം, എല്ലാവരുടെയും അംഗീകാരം ആവശ്യമില്ല. അതായത് എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, അത് സ്വാഭാവികമാണ്. ഒരു വ്യക്തിയുടെ നോ നിങ്ങളുടെ മൂല്യം തീരുമാനിക്കുന്നതല്ല. നാലാമത്തെ കാര്യം, ചരിത്രം എന്താണ് പറയുന്നത്? ലോകത്തിലെ നിരവധി വിജയികൾ ആദ്യം നിരസിക്കപ്പെട്ടവരാണ്, പക്ഷെ അവർ നിർത്തിയില്ല, അവർ സ്വയം മെച്ചപ്പെടുത്തി. അതുകൊണ്ടാണ് ഇന്ന് ലോകം അവരെ ഓർക്കുന്നത്. സോ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാല്, നിങ്ങൾക്ക് ലവിൽ ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ജോലിയുടെ ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞാലും എല്ലാ ലക്ഷ്യനും ഒരു നാൾ നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം, മോട്ടീവ് എന്ന സംഭവം മനസ്സിലുണ്ടെങ്കിൽ ഈ തന്ന എല്ലാ ലക്ഷ്യനും നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റും. അതായത് ഇനി വേണ്ടാന്ന് പറഞ്ഞു പോയിട്ടുള്ള ഒരു വ്യക്തി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർക്കുള്ളൊരു മറുപടിയാണ് എൻ്റെ ജീവിതം. അതുപോലെ തന്നെ നിന്നെക്കൊണ്ട് ഒന്നും ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കണം. ജോലി റിജക്ഷൻ ചെയ്ത് പോയ ഒരുപാട് വ്യക്തികളുണ്ടായിരിക്കും. ആ റിജക്ട് ചെയ്ത ആളുടെ മുന്നിൽ വിജയിച്ച് കാണിക്കണം. അതുപോലെ നിന്നെ പല കാര്യത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന, റിജക്ട് ചെയ്യപ്പെടുന്ന പല അവസ്ഥകളുണ്ടായിരിക്കും. ആ അവസ്ഥകളുടെ മുമ്പിൽ നീയാണ് വിജയം കാണിച്ചു കൊടുക്കണം. അതായിരുന്നു എൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ഇന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ കരയാം, വേദനിക്കാം, പക്ഷെ അവിടെ നിൽക്കരുത്. നിന്ന് ഞാൻ തോൽക്കും. പിന്നെ അവർ പറഞ്ഞതിന് ശരിയായിട്ട് മാറും. അതുകൊണ്ട് അത് ശരിയല്ല കാണിച്ചു കൊടുക്കുക, തെറ്റാണെന്ന് കാണിച്ചു കൊടുക്കുക, നീയാണ് ശരിയെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അപ്പൊ റിജക്ഷൻ നിങ്ങളെ തകർക്കാനല്ല വന്നത്, അത് മനസ്സിലാക്കുക. നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനാണ് വന്നത്. ഒരു ദിവസം ഇന്ന് നിങ്ങളെ പുറത്താക്കിയവര്, ആട്ടിപ്പായിപ്പിച്ചവര്, നിരസിപ്പിച്ചവര് എല്ലാവരെയും നിങ്ങൾ ഒരിക്കൽ പോയി കാണും നിങ്ങളുടെ വിജയത്തിന് ശേഷം എന്ന് മാത്രം ഓർത്തുകൊണ്ട്, നിങ്ങളുടെ വിജയത്തിൽ നോക്കി അത്ഭുതപ്പെട്ടുകൊണ്ട് നിങ്ങൾ പറയണം, ഞാനാണ് ശരി എന്നത്. അപ്പൊ എന്ത് വേണം? നിർത്താൻ പാടില്ല, മുന്നോട്ട് പോവുക തന്നെ വേണം. താങ്ക് യു.